ഹലോ എവരിവൺ, എല്ലാവർക്കും AZP അക്കാഡമിയിലേക്ക് സ്വാഗതം. ക്ലാസ് സുഖം വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എന്താണ് വിവിധ തസ്തികയിലേക്ക്, നമ്മുടെ കേരള PSC കീഴിലെ വിവിധ തസ്തികയിലേക്ക്, അതേപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡിലേക്ക്, അതേപോലെ തന്നെ നമ്മുടെ എന്താണ് വനിതാ പ്രിസൺ ഓഫീസർ എന്നീ തസ്തികയിലേക്ക് ഏകദേശം 18ഓളം വിജ്ഞാപനങ്ങൾ നമ്മുടെ ഈ മാസം 15 കൂടി എന്താണ് വരാനിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന സെപ്റ്റംബർ മാസം 15 കൂടി പുതിയ ഏകദേശം 18ഓളം എന്താണ് വിജ്ഞാപനങ്ങളാണ് എന്ത് ചെയ്യുന്നത് കേരള PSC എന്ത് ചെയ്യുന്നത് ഇനി പുതിയ നോട്ടിഫിക്കേഷനുകളായിട്ട് എന്ത് ചെയ്യുന്നത് ഇറക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ എന്തെല്ലാമാണ് അതെല്ലാം, അതായത് പുതിയ നോട്ടിഫിക്കേഷൻ എന്തെല്ലാമാണ്, അതേപോലെ തന്നെ എന്തായിരിക്കും വിളിക്കുന്നത്, അതേപോലെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യും നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന നോട്ടീസ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി ബോർഡ് അക്കൗണ്ടന്റ്, അതേപോലെ തന്നെ വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉൾപ്പെടെ ഏകദേശം 18ഓളം തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് PSC ഈ പറയുന്ന 15-ാം തീയതി കൂടി എന്ത് ചെയ്യുന്നു പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പോകുന്നു. ഓക്കെ, പുതിയ വിജ്ഞാപനം ഇറക്കാൻ പോകുന്നു. ഓക്കെ, വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാല് കമ്പനി കോർപ്പറേഷൻ ബോർഡ് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റ് ക്ലർക്ക്, പ്രിസൺ ആൻഡ് കറക്ഷൻ ഓഫ് സർവീസ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, മലിനീകരണ നിയന്ത്രണ ബോർഡില്, അതേപോലെ തന്നെ എന്താണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 18 തസ്തികയിലേക്ക് എന്ത് ചെയ്തു വിജ്ഞാപനം വരാൻ പോവുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നേരിട്ടുള്ള നിയമനത്തിനൊപ്പം പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ, സംവരണ സമുദായങ്ങൾക്കുള്ള എന്താണ് NCA വിജ്ഞാപനം എന്ത് ചെയ്യുന്നുണ്ട്, വിജ്ഞാപനമുണ്ട്. അതേപോലെ തന്നെ ഗസറ്റ് തീയതി എന്ന് പറഞ്ഞാൽ 15/9/2025 ആണെന്ന് പറയുന്നത് ഗസറ്റ് തീയതി എന്ന് പറഞ്ഞത്. അപ്പൊ തീയതികളൊക്കെ എന്ത് ചെയ്യുക, എല്ലാ സുഹൃത്തുക്കളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് 15/9/2025 ആണെന്ന് പറയുന്നത് ഗസറ്റ് തീയതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 15/9/2025 ആണ് സുഹൃത്തുക്കളെ ഗസറ്റ് തീയതി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന ഒക്ടോബർ മാസം 15 രാത്രി 12 വരെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സംബന്ധിച്ച് നിങ്ങൾക്ക് അപേക്ഷകൾ മറ്റ് സമർപ്പിക്കാനുള്ള സമയമുണ്ട്. അതേപോലെ തന്നെ എന്താണ് സെപ്റ്റംബർ 22 പുറത്തിറങ്ങുന്ന തൊഴിൽ വീതി അടുപ്പിച്ച് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാനും സാധിക്കണം. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ബോർഡുകളിലേക്ക്, ഈ പറയുന്ന കമ്പനി ബോർഡ് മാത്രമല്ല മലിനീകരണ ബോർഡുകളിലേക്ക്, അതേപോലെ തന്നെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ എന്നീ തസ്തികയിലേക്ക് മാറ്റി എന്ത് ചെയ്യുന്നുണ്ട് വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലെ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യുന്നു ഈ മാസം 20 വരെ എന്തുകൊണ്ട് അതിന്റെ കാലാവധി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പറയുന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലെ നിലവാരമുള്ള ഈ പറയുന്ന നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് 2026 ഡിസംബർ 20 എന്ത് ചെയ്യുന്നു അവസാനിക്കാനിരിക്കുകയാണ്. ഓക്കെ, ഈ പറയുന്ന തൊട്ടുമുമ്പത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2026 ഡിസംബറോട് കൂടി എന്താണ് അവസാനിക്കാനിരിക്കുകയാണ്. ഓക്കെ, ഡിസംബർ 20 അവസാനിക്കും. 2024 ഡിസംബർ 30 ഈ തസ്തികയിലെ മുൻ വിജ്ഞാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 2023 ഡിസംബറിൽ 21 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു. മെയിൻ ലിസ്റ്റ് 200 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 39 പേരും എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ മെയിൻ ലിസ്റ്റിൽ 200ഓളം പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ എന്താണ് പറയുന്ന 39 പേര് എങ്ങനെയുണ്ട് ഉണ്ട്. അദ്ദേഹം മൊത്തത്തിൽ 239 പേരാണ് എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ ഉള്ളത്. അതേപോലെ തന്നെ ഇതുവരെ 42 പേർക്ക് എന്ത് ചെയ്യുന്നു നിയമന ശുപാർശ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പം നോക്കുക, 239 പേരുള്ള റാങ്ക് ലിസ്റ്റില് ഏകദേശം 42ഓളം പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിയമന ശുപാർശ ഇതുവരെ എന്ത് ചെയ്യുന്നുണ്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 20 വരെ എന്ത് ചെയ്യുന്നുണ്ട് 2026 ഡിസംബർ വരെ എന്തുണ്ട് ഇതിന്റെ കാലാവധി ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ നിയമനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ മെറിറ്റ് 32, ഈഴവ 31, SC/ST സപ്ലിമെന്ററി 3, ST സപ്ലിമെന്ററി 2, മുസ്ലിം 113, NCA എന്താണ് സപ്ലിമെന്ററി 1, അങ്ങനെ ഹിന്ദു നാടാർ 15, EWS 33 എന്ന രീതിയിൽ നിയമന നിലനിൽക്കും കാണാൻ സാധിക്കുക എന്നുള്ള. ഇതെന്ന് പറഞ്ഞാൽ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറായാണ്, പുതിയ നോട്ടിഫിക്കേഷൻ എന്താണ് ഇനി വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓക്കെ, പറഞ്ഞു ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാറാവുന്നു. അതേപോലെ തന്നെ സമയം കഴിഞ്ഞപ്പോൾ ഇന്ന് പുതിയ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന 15ഓളം കൂടി, ഈ പറയുന്ന സെപ്റ്റംബർ 15 കൂടി എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അതേപോലെ തന്നെ കമ്പനി ബോർഡ് അക്കൗണ്ടന്റ്, ഓക്കെ എന്നാണ് കമ്പനി ബോർഡ് അക്കൗണ്ടന്റ്, അതേപോലെ കമ്പനി അല്ലെങ്കിൽ ബോർഡ് അക്കൗണ്ടന്റ് പറഞ്ഞ 2 വിജ്ഞാപനം ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കമ്പനി കോർപ്പറേഷൻ ബോർഡ്, അതേപോലെ തന്നെ അക്കൗണ്ടന്റ് ക്ലർക്ക് തസ്തികയിലേക്ക് വിവിധ സ്ഥാപനങ്ങൾക്ക് 2 വിജ്ഞാപനമാണ് PSC ചെയ്യുന്നത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആൻഡ് എന്താണ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ, കൈത്തറി വികസന കോർപ്പറേഷൻ, ചിലച്ചിത്ര വികസന കോർപ്പറേഷൻ, മിനറൽസ് ആൻഡ് മെറ്റൽസ്, അതുപോലെ തന്നെ അഗ്രോ മെഷീനറി ഒരു വിജ്ഞാപനം, ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST, അതേപോലെ എന്താണ് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്കാണ് ഈ പറഞ്ഞ വിജ്ഞാപനം വരാൻ പോകുന്നത്. അതേപോലെ തന്നെ അതായത് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ്
ലേക്കാണ് രണ്ടാമത്തെ വിജ്ഞാപനം എന്ന് പറയുന്നത്. 2021 ഡിസംബർ 15 മുൻ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യ റാങ്ക് ലിസ്റ്റ് 2021 ഒക്ടോബർ 9 നിലവിൽ വന്നിരുന്നു. ഇതുവരെ 42 പേർക്കാണ് എന്ത് ചെയ്യുന്നത് ശുപാർശ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നിയമന നില നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ മെറിറ്റ് 32 പേര്, EWS 40, ഈഴവ 31 പേര്, അതേപോലെ തന്നെ SC ST സപ്ലിമെന്ററി ഒക്കെ 6 പേര്, മുസ്ലിം 36, അതേപോലെ എന്താണ് LCA എന്ന് പറയുന്നത് 151, OBC 41, വിശ്വകർമ്മ 62, ഭിന്നശേഷി, അതുകൊണ്ട് HI ഒരു ഭാഗത്തിൽ. അതേപോലെ രണ്ടാം റാങ്ക് ലിസ്റ്റ് 2023 എന്താണ് ഒക്ടോബർ 10 നിലവിൽ വന്നു. അതുവരെ 45 പേർക്കാണ് ചെയ്യുന്നത് നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിയമന നില അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ EWS 45, ഈഴവ 36, SC സപ്ലിമെന്ററി 4, SC സപ്ലിമെന്ററി 1, മുസ്ലിം 35 എന്ന് പറഞ്ഞ എന്ത് ചെയ്യും മൊത്തത്തിൽ, ഭിന്നശേഷി സപ്ലിമെന്ററി 2 എന്ന് പറഞ്ഞ നിങ്ങൾക്ക് നിയമന നില എന്ത് ചെയ്യും അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ നമ്മൾ തൊട്ടുമുമ്പ് പ്രധാനപ്പെട്ട കമ്പനികളിലേക്ക് ബോർഡുകളിലേക്കുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, കമ്പനികളിലെ ബോർഡുകളിലേക്കുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് കമ്പനി കോർപ്പറേഷൻ ബോർഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതേപോലെ പ്രധാനപ്പെട്ട വിജ്ഞാപനം പറഞ്ഞാൽ ജനറൽ എന്താണ് സംസ്ഥാന തലം. ഓക്കെ, ജനറൽ ഈ പറഞ്ഞ സംസ്ഥാന തലം എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിലും ഓക്കെ സംസ്ഥാന തലമാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന സ്റ്റേറ്റ് വൈഡ് ആണ്. ഒക്കെ കമ്പനി കോർപ്പറേഷൻ ബോർഡ്, അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് മാനേജ്മെന്റ്, ഗ്രേഡ് 2 മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ, പട്ടികജാതി വികസന വകുപ്പിലെ ട്രെയിനിങ്, അതേപോലെ ഇൻസ്ട്രക്ടർ, പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക്, അതായത് പറയുന്ന പ്രിസൺ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് വെച്ചാൽ പ്രിസൺ ആണ് നമ്മുടെ. ഓക്കെ, പ്രിസണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രിസൺ ഓഫീസർ, അതേപോലെ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3, അതേപോലെ തന്നെ ജനറൽ ജില്ലാ തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് പറയുന്ന മലപ്പുറം ഹൈസ്കൂൾ ടീച്ചർ, സോഷ്യൽ സയൻസ് മലയാളം തസ്തികയിലേക്ക്, അതേപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ മിനറൽസ് ആൻഡ് മെറ്റൽസിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റ് യൂണിറ്റ്, ഇവിടെ നമ്മുടെ ചവറയിൽ കാണപ്പെടുന്ന അല്ലെ പറയുന്ന കൊല്ലത്ത് ചവറയിൽ കാണപ്പെടുന്ന നമ്മുടെ ടൈറ്റാനിയം പ്ലാന്റിലേക്ക്, അതേപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതല ആരോഗ്യ വകുപ്പിൽ കൊല്ലം ഫാർമസി, അതേപോലെ തന്നെ എന്താണ് NCA ടൈപ്പിംഗ് വിമുക്ത ഭടന്മാർ, SC ST കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിലെ കണ്ണൂരിൽ, അതേപോലെ എന്താണ് ട്രാക്ടർ ഡ്രൈവർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് മറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യും പറ്റും ഷൂട്ടുകൾ കോർപ്പറേഷനിലേക്ക് എന്താണ് ബോയിലർ അറ്റൻഡന്റ്, അതേപോലെ എന്താണ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനിലേക്ക് മറ്റുമായിട്ട് എന്ത് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നിയമനങ്ങൾ എന്ത് ചെയ്യുന്നു ഇനി വരാനായിട്ടിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും. അതായത് ഒരുപാട് നിയമനങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മാസങ്ങളായിട്ട് എന്ത് ഇനി വരാൻ പോകുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക 18ഓളം തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇനി ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ് വരാനിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ, 18ഓളം തസ്തികയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്. അതായത് പഠിച്ചു തുടങ്ങിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു അവസരം കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നത് എത്തിച്ചേരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പം നിങ്ങളുടെ മുന്നിൽ സുവർണാവസരമാണ് വരുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ നല്ലൊരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങളൊരു നല്ല രീതിയിലാണ് നിങ്ങളൊരു സയന്റിഫിക് ഒരു മെത്തേഡിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരാനിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പഠിത്തമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതേപോലൊപ്പം തന്നെ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ ഓക്കെ ഒരു യൂണിഫോം ജോലിന്റെ സ്വപ്നമാണ് ഒരുപാട് പേര് വരാറുണ്ട് അല്ലെ. അത്തരത്തിലൊരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ASD ബേക്കർ നിങ്ങൾക്ക് വേണ്ടി സല്യൂട്ട് എന്ന് പറയുന്ന പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അത്തരത്തിലുള്ള എന്താണ് യൂണിഫോം ജോലികൾ. ഓക്കെ, അറിയാമായിരിക്കും ഈ പറഞ്ഞ യൂണിഫോം ജോലി ഒരുപാടുണ്ടല്ലോ. അത്തരത്തിലുള്ള ജോലികളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള യൂണിഫോം ജോബിലേക്കാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് നമ്മുടെ ഇപ്പോൾ സല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ ജോയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ASD അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടുന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ കോഴ്സിനെ പറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9995467246 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് സംശയമാണ് നമ്മൾ എന്ത് ചെയ്യും അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടുന്ന് ജോയിൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ സാധിക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യാം അപ്ഡേറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യും അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന തൊട്ട് താഴെയായിട്ട് ഗൂഗിൾ ഫോമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ കയറി നിങ്ങളുടെ സജഷൻ മറ്റുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ രേഖപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള എന്ത് ചെയ്യും ഉത്തരങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഒരു കാര്യം അവിടെ പറയുകയാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ ഇരിക്കരുത്. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ എന്ത് ചെയ്യുക നിങ്ങളുടെ യാത്രയ്ക്കുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിന് വേണ്ടി പരിശ്രമിക്കുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഫലം ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു.